ഹായ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇതാ ഇന്ന് പുറത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ. അല്ലെങ്കിൽ ഇന്ന് അടുക്കളയത്തല്ലേ, അപ്പം ഇന്ന് കുറച്ച് വെറൈറ്റി ആവുക വിചാരിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ നോമ്പറക്കലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയത് കേട്ടോ. കുറച്ച് ഷോപ്പിങ്ങും പിന്നെ ഉപ്പാൻ്റെ അടുത്തേക്ക് ഒന്ന് പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടൗണിലെത്തി. ടൗണിൽ ഇതാ ഇറങ്ങിയൊക്കെ ആഫിമോനകത്ത് ഉണ്ടെത്തിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മലബാർ കളക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ കയറി. വലിയ പർച്ചേസിംഗ് ഒന്നുമില്ല, അമ്മക്ക് നിസ്കാരക്കുപ്പായത്തൊക്കെ ഒരു തട്ടം അത്രേ ഉള്ളൂ. പിന്നെ അതും എടുത്ത് ഞങ്ങളിങ്ങനെ പോരാൻ നിന്നിട്ടോ. നല്ല നല്ല കളക്ഷനുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ കുട്ടികൾക്ക് ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. 40, 50 ആ റേഞ്ചിലാട്ടോ വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ബിൽഡ് ചെയ്ത് ഇറങ്ങി ഞങ്ങൾ നേരെ കയറിയത് ഇന്ത്യൻ ആർട്ട് ഹൗസിലാട്ടോ. നല്ല ക്രാഫ്റ്റിൻ്റെ എല്ലാ കളക്ഷൻസുകളും ഇതിലുണ്ട് കേട്ടോ. നല്ല അഫോർഡബിൾ പ്രൈസിൽ പറഞ്ഞാൽ നല്ല അഫോർഡബിൾ പ്രൈസ് തന്നെ കേട്ടോ. കാരണം ഞാൻ ഹെയർ ബാൻഡിനൊക്കെ ഇവിടുന്ന് കേട്ടോ പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുന്ന അതേ റേറ്റിന് ഇവിടുന്ന് കിട്ടും കേട്ടോ. എല്ലാ സംഭവങ്ങളും ഇവിടെ കയറി കിട്ടും. ഞാനൊരു ബ്ലാക്ക് ഷർട്ട് വാങ്ങാൻ വേണ്ടി കയറിയതാട്ടോ, കുട്ടിക്ക് സ്കൂൾക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അതാ ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലെത്തിട്ടോ. ഇതാണ് എൻ്റെ സ്വന്തം വീട്. അങ്ങനെ കേട്ടോ, എനിക്ക് ഓൾറെഡി 2 വീടുണ്ട്. ഇതുപോലത്തെ ഒരു വീടും കൂടി ഉണ്ട് കേട്ടോ. സെപ്പറേറ്റ്ലിയാണ് ഇത്. ഉപ്പാൻ്റെ അടുത്തൊക്കെ അങ്ങനെ വന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇപ്പം നോമ്പറക്കാണ് ചായയൊക്കെ കുടിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ഉപ്പാൻ്റെ അടുത്ത് അവിടെ ഇരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സിസും കുട്ടികളൊക്കെ വന്നിട്ടോ. സിസിൻ്റെ ഷെപ്പിട്ടനാണിത്, ഞങ്ങളുടെ ഷെപ്പിട്ടന്. ടുണ്ടുണ്ടുണ്ടുണ്ടെന്ന് പറഞ്ഞാൽ ചോദിക്കൂട്ടോ. ഇപ്പം ചെറിച്ചില്ല. പിന്നെ ഇതാണ് ഞങ്ങൾ അളിയൻ കേട്ടോ. അളിയനൊന്ന് ഫേമസ് ആക്കിയാലും നമുക്ക് അളിയൻ ഫേമസ് ആകാൻ വേണ്ടി നേരെ ഇരുന്ന് കൊണ്ടു കണ്ണും കാതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കൊണ്ട് പോകുന്നു. ഞങ്ങളൊരു കുലുക്കി സർബത്ത് കുടിക്കാൻ വേണ്ടി കയറിട്ടോ. അപ്പോൾ ടൗണിൽ നിറയെ കുലുക്കി സർബത്തുകളെ കട കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ കയറി വയ്ക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഉമ്മയും മോനത്തെ നൗഫലുണ്ടായിരുന്നു കേട്ടോ. നൗഫലും പിന്നെ 2 പാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ആരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പോയാലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പോയി കഴിഞ്ഞാൽ കുട്ടികളെ ഒരു വഴിക്ക് ഓടും ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു സമ്മലം. അപ്പോൾ ഞങ്ങൾ പോയില്ല കേട്ടോ. കണ്ടു, അത്രമാത്രം. സംസാരിക്കുകയൊന്നും ചെയ്തില്ല.